ചെക്കന്മാരാണ് നമ്മളെ വെച്ച് കടത്തിക്കളയും, ഒന്നും പറയാൻ പറ്റില്ല. മൊബൈല് ചോദിച്ചിട്ട് കൊടുക്കാതെ വന്നപ്പോ ഉമ്മാടെ കഴുത്തങ്ങ് മുറിച്ചു കളഞ്ഞു മോൻ. ഒരുതരം ഭ്രാന്താണ് കുട്ടികൾക്ക്, ഒരുതരം ഭ്രാന്താണ്. സ്കൂള് വിട്ട് വന്നാൽ, എന്റെ 2 പെമ്മക്കള് സ്കൂള് വിട്ട് വന്നാൽ ഓടി വന്നു കഴിഞ്ഞാൽ ഓടി വരും. എന്തിനാണെന്നറിയോ? ഓടി വന്നിട്ട് ഖുർആൻ എടുക്കാനല്ല, ഓടി വന്നിട്ട് നിസ്കരിക്കാനല്ല. എന്റെ ഫോൺ തൊടില്ല. അപ്പൊ ഉമ്മാടെ ഫോൺ എടുക്കണമെങ്കിൽ ഓടി വന്ന് ആദ്യം എടുക്കുന്നവർക്കാണ് ഫോൺ, ആദ്യം എടുക്കുന്നവർക്കാണ് ഫോൺ. അപ്പൊ ആ ഫോൺ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങി ഓടി വന്നിട്ട് ഫോൺ എടുക്കാൻ. അപ്പൊ ഈ 6-7 മണിക്കൂർ സ്കൂളിൽ ഇരിക്കുമ്പോഴും ചിന്ത, ഓടി പോകണം, ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങണം, വീട്ടിലേക്ക് ഓടി കയറണം, പെട്ടെന്ന് മൊബൈൽ എടുക്കണം. ഇതാണ് മക്കളവസ്ഥ. ആലോചിച്ച് നോക്കിയേ, ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാ വീട്ടിലും, തങ്ങന്മാരെ വീട്ടിൽ പോയാൽ തങ്ങളുടെ ചെറിയ തങ്ങളുകുട്ടി ഫോണിലായിരിക്കും, പ്രസംഗിക്കുന്നവന്റെ വീട്ടിൽ പോയാൽ പ്രസംഗിക്കുന്നവന്റെ കുട്ടികളൊക്കെ ഫോണിലായിരിക്കും. ഏത് വീട്ടിൽ പോയാലും നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. നമുക്കത് പിടിച്ച് വാങ്ങി മാറ്റിവെക്കാം. കുട്ടികളുടെ ആ മസ്തിഷ്കത്തെ നമുക്ക് ഇപ്പോഴേ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റും. കഴിഞ്ഞില്ലെങ്കിലോ? ഒരുത്തൻ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി വലിച്ചെറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. അവൻ നമ്മൾ ഉപദ്രവിക്കുമെന്ന് ഭയമുണ്ടെങ്കിൽ ഔബി ലിസാനിഹി, രണ്ടാം ഓപ്ഷൻ. ഒന്ന് യദിഹി, കൈകൊണ്ടാണ്. പറ്റിയില്ല. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? എടാ, ഇത് തെറ്റാണ് മോനെ, നിനക്ക് പറയുമ്പോ ദേഷ്യം വരും, നീ എന്നെ ചീത്ത പറയും, പക്ഷെ എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുകയാണ്. മോൻ ഇത് അവസാനിപ്പിക്കണം. മോനെ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ മദ്യപിക്കരുത്, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടാകേണ്ടതാണ്, നീ കഞ്ചാവ് വലിക്കരുത്, MDM ഉപയോഗിക്കരുത്, ഇതൊക്കെ നിന്റെ ശരീരത്തിന് ഹാനികരമാണ്. ഇതൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കാൻ നോക്കണം. അതിലൊന്നും അവൻ നന്നാവൂലെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനെ ഇസ്ലാമിലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഔബി ഖൽബിഹി, അവനോടുള്ള സഹകരണം അങ്ങ് മാറ്റിയേക്കണം. അല്ലാതെ അവനെ നരകത്തിലാക്കുന്ന ജോലി നമുക്കില്ല, അവനെ നരകത്തിലാക്കുന്ന ഡ്യൂട്ടി നമുക്കില്ല, അവനെ മഹല്ലിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്ന ജോലി നമുക്കില്ല. എന്തുകൊണ്ട്? ബനു ഇസ്രയേലികളിൽപ്പെട്ട 2 സഹോദരങ്ങളുടെ കഥ സഹാബത്തിനോട് പറയുന്നുണ്ട്. അടുത്ത് കേട്ടുകൊണ്ടിരുന്നത് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ റസൂല് പറഞ്ഞെന്നറിയോ? ബനു ഇസ്രയേലികളുടെ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് സുഹൃതം ചെയ്യുന്ന നല്ലവനാണ്, മറ്റവന് ദുഷ്കർമ്മം ചെയ്യുന്ന ദുഷ്കർമ്മിയാണ്, താന്തോന്നിയാണ്. അവൻ അള്ളാഹുവിനെ അനുസരിക്കില്ല, പ്രവാചകന്മാരെ വഴിപ്പെടില്ല, ആരാധനകൾ നിർവഹിക്കില്ല. ഒരാളോ നല്ല സൽക്കർമ്മിയാണ്, നല്ല സ്വഭാവക്കാരനാണ്, നല്ല സൽസ്വഭാവിയാണ്. പക്ഷെ ഈ നല്ലവൻ ഈ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവനെ എന്നും ഇങ്ങനെ ഉപദേശിക്കും, എടാ നീ നന്നാകണം, നീ നന്നാകണം, നീ നല്ലത് ചെയ്യടാ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, ആയുസ് കുറച്ചല്ലേ ഉള്ളൂ, നീ നല്ലത് ചെയ്. ഒരു ദിവസം ഈ പാപിയായ മനുഷ്യന് സഹികെട്ടിട്ട്, ഉപദേശം കേട്ട് 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 സഹികെട്ടിട്ട് ഈ ഉപദേശിയായ സൽക്കർമ്മിയോട് പറഞ്ഞു, ഖല്ലിനീ വറബ്ബീ, എന്റെ കാര്യം ഞാൻ പടച്ചോന് കൊടുത്തോളാ, എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വഴിക്ക് വിട്ടേക്ക്. നിന്നെ എന്നെ നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എന്റെ റഖീബല്ലല്ലോ, എന്റെ നിരീക്ഷകൻ നീയല്ലല്ലോ. അതുകൊണ്ട് ഖല്ലിനീ വറബ്ബി, എന്നും ഞാനും എന്റെ റബ്ബുമായി കൊള്ളാം, നീ നിന്റെ പണി നോക്കടാ. ഉപദേശിയായ നല്ലവനോട് മോശപ്പെട്ടവൻ പറഞ്ഞു. നമ്മൾ പ്രസംഗിക്കാണ് കഞ്ചാവിനെതിരെ. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാം, മൊയിലേറെ പണി നോക്കിയാൽ എന്ന് പറഞ്ഞാൽ തീർന്നവിടെ, മിണ്ടരുത്, പിന്നെ മിണ്ടരുത്. പക്ഷെ ഈ മാനിൻ എന്ത് ചെയ്തു? ഈ സൽക്കർമ്മിയായ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, പടച്ചോനാണ് നിനക്കല്ല സ്വർഗം തരൂല, അള്ളാഹു നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റൂല. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാഥം കൊണ്ട് മുഖരിതമായ തസ്നീമിന്റെ സൽസബീലിന്റെ കല്ലാറിന്റെ തേനാറിന്റെ പാലാറിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ല നിന്നെ കടത്തൂല എന്ന് പറഞ്ഞു. ലാ യഗ്ഫിറുല്ലാഹു ലക, നിനക്കല്ല പുറത്തു തരില്ല എന്ന് സൽക്കർമ്മിയായ മനുഷ്യൻ പറഞ്ഞു. ആരോട്? ജീവിതത്തിൽ നന്മ ചെയ്യാത്ത മനുഷ്യനോട് പറഞ്ഞു.
സഹോദരങ്ങളെ, അവന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദന തോന്നി. ആരംഭപ്പൂവിന്റെ ഈ സംഭവ വിശദീകരണം കേട്ടിട്ട് തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ, തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ, ജാഗ്രതയോടെ സംഭീതരായി സഹാബത്ത് നോക്കിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പവിഴ ചുണ്ടുകളിലേക്ക് നോക്കിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ മുത്തു പറയുകയാണ്, ഇവർ രണ്ടുപേരും മരിച്ചു. അള്ളാന്റെ മുന്നിലെത്തുമ്പോ ജീവിതത്തിൽ സുഹൃതം ചെയ്യാത്ത താന്തോന്നിയായി ജീവിച്ച, ഏറ്റവും മോശപ്പെട്ട ജീവിതം ചെയ്യിച്ച മനുഷ്യനോട് അള്ളാഹു പറയുന്ന വാക്കെന്തെന്നറിയോ? ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ. പാപിയായ മനുഷ്യനോട് അല്ലാഹു പറയും സ്വർഗത്തിൽ പൊയ്ക്കോളാൻ. സുഹൃതങ്ങൾ ചെയ്ത ഉപദേശിയായ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, എടോ, നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവന് പുറത്തു കൊടുക്കൂലാന്ന്? നിന്നോട് ആര് പറഞ്ഞു ഞാൻ അവന് സ്വർഗം കൊടുക്കൂലാന്ന്? എന്റെ പണി നീ ഏറ്റെടുത്തോ. ഉദ്ഖുലുന്നാർ, കിടക്കടാ നരകത്തില്. ആര് ചോദിക്കാനുണ്ട്? അള്ളാഹുവേ, താൻ തോന്നിയ സ്വർഗത്തിൽ വിട്ടതെന്തെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സൽക്കർമ്മിയെ നരകത്തിലിട്ടതെന്തിനാണെന്ന് ചോദിക്കാൻ സംഘടനകളുണ്ടോ? ഇല്ല. ലിമനിൽ മുൽക്കുൽ യൗം, ഇമാർക്കാണ് അധികാരമെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവേ നിനക്ക് മാത്രമാണെന്ന് ലോക ജനത വിളിച്ചു പറഞ്ഞു. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആർക്കൂല്ല, നീ തന്നെയാണല്ല. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു തആല പാപിയെ സ്വർഗത്തിലിടാനും സൽക്കർമ്മിയെ നരകത്തിലിടാനും സ്വാതന്ത്ര്യമുള്ളത് ഫഇലു കുല്ലി മുംകിനിൻ ഔ തർക്കു, തോന്നും പോലെ ചെയ്യാനുള്ള അവകാശം അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെയും നരകത്തിലാക്കാൻ പോണ്ട. നമ്മൾ എന്തിനാണ് ഗാന്ധിജിക്ക് സ്വർഗം കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് മദർ തെരേസയ്ക്ക് നരകം കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് ഓരോ ആളുകൾക്ക് നരകവും സ്വർഗം കൊടുക്കാൻ പോകുന്നത്? അവനവൻ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരെ? അതല്ലേ വേണ്ടത്? കാരണം നമ്മുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കാം, സൽക്കർമ്മങ്ങളെ പറ്റിയിട്ട് ഗുണദോഷിക്കാം, ഇതൊക്കെ ചെയ്യാം. ഏതുവരെ? നീ നിന്റെ പണി നോക്കടാ എന്ന് പറയുമ്പോ നമ്മളെ പണി അവിടെ അവസാനിപ്പിച്ചിരിക്കണം. നമ്മുടെ പണി അവിടെ തീർത്തേക്കണം. അല്ലാതെ ഇനി അവന് സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു പോകുന്ന, അവനെ പറ്റി ചികഞ്ഞന്വേഷണം നടത്തുന്ന പണി നമ്മുടെ ഡ്യൂട്ടിയല്ല. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. 1 മണിക്കൂറാകാൻ പോവാൻ ശ്രദ്ധിച്ചോളീൻ. ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഒരാൾക്കും പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയും ആദരവോടെയും പറയുന്നു, ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ. കാലം വല്ലാതെ മോശമാണ്, അന്തരീക്ഷം മലിനമാണ്, ജീവിത സാഹചര്യങ്ങൾ വല്ലാത്ത ഒരു പ്രതികൂല അവസ്ഥയിലാണ്. മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ തീരെ എടുത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. 4 ഭാഗത്ത് കഴുകന്മാര് വട്ടമിട്ട് പറക്കുകയാണ്, പരുന്ത് പട്ടമിട്ട് പറക്കുകയാണ്. നമ്മളെ കൊത്തി നുറുക്കാൻ വേണ്ടിയിട്ട് 1000 കണ്ണുകളോടെ രൗദ്രതയോടെ ഇന്ന് ഹിംസാത്മകമായ നിലയിൽ ഇന്ന് 4 ഭാഗത്ത് ആളുകൾ ഇന്ന് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈമാനികമായ ആവേശവും പരിവേഷവും നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ തേടണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതല്ലാതെ ആരാന്റെ കാര്യങ്ങൾ നോക്കി നടക്കേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരുത്തന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് നിന്റെ തന്ത അല്ലെങ്കിൽ നിന്റെ തള്ള എന്നൊക്കെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ അവനെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുമ്പോ ചിന്തിക്കണം, ബാക്കി 3 വിരലും നിന്റെ നെഞ്ചത്തേക്കായിരിക്കുന്നത്. ഒരുത്തന്റെ ഈ വിരലിന്റെ പേരെന്താ? ഖിൻസർ, ബിൻസർ, വുസ്ത, മുസബ്ബിഹ, ഇബ്ഹാം. ഇതാണ് വിരലുകളുടെ പേര്. ഖിൻസറും ബിൻസറും വുസ്തയും മുസബ്ബിഹായും ഇബ്ഹാമും. ചെറുവിരൽ, അതിനുശേഷം ഇങ്ങോട്ടുള്ള 4 വിരലുകളിൽ 2 പേരുള്ള ഒരൊറ്റ വിരലേ ഉള്ളൂ. അത് ഈ വിരലാണ്. ഈ വിരലിന് മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മറ്റൊരു പേരും കൂടിയുണ്ട്, സബ്ബാബത്ത്. എന്താ സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ? ചീത്ത പറയുന്ന വിരല് എന്ന്. ഈ വിരലിനാണ് ചീത്ത എന്ന് പറയുന്ന വിരല്.
ഈ വിരൽ ചീത്ത വാക്കെന്ന് പറയാൻ അല്ലെങ്കിൽ ചീത്ത പറയുന്ന വിരൽ എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ആരും ഒരുത്തന്റെ നേരെ ചെറുവിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാറില്ല. നമ്മൾ ചൂണ്ടുന്നത് ഈ ചൂണ്ടുവിരലാണ്. ഇങ്ങനെ ചൂണ്ടിട്ടാത്തണ്ട് സംസാരിക്കുന്നത്. അപ്പൊ നോക്കേ, 3 വിരൽ എന്റെ നേരെയാണ്. 3 വിരൽ എന്റെ നേരെയാണ്. എന്തിന് നമ്മൾ ആരാന്റെ ഔറത്തിലേക്ക് നോക്കണം? അതുകൊണ്ട് അള്ളാഹു ശക്തമായി തജസ്സുസ്, സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇനി ചിലർക്ക് വേറൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുക, അൻവരിയും പിന്നെ ഉസ്താദും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ അവര് ചിന്തിക്കുന്ന എന്താണ്? അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കാൻ. അങ്ങോട്ട് നോക്കുന്ന എന്തിനാണ്? നന്നായിട്ട് കാത് ഇവരുടെ നേരെയായി. അപ്പൊ നന്നായിട്ടത് കേൾക്കാം. ഒരാളുടെ രഹസ്യ സംഭാഷണത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവൻ അള്ള കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അവരെന്തോ സംസാരിക്കട്ടെ, നമ്മൾ എന്തിനാണ് പോയി നിന്നിട്ട് ഇങ്ങനെ ചെകിട് കൊടുത്ത് കേൾക്കുന്നത്? അത് പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സമൂഹം പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാതെ നീ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പരലോകത്ത് വെച്ച് അല്ലാഹു നിന്റെ കാതുകളിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈയം ഉരുക്കി നിന്റെ കാതിൽ അല്ലാഹു ഒഴിക്കും. അത് വലിയ കാര്യമാണോ? അവിടെ ചെല്ലുമ്പോ അറിയാം. ചില ആളുകൾക്ക് വേറൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലുമൊക്കെ അടുത്തിരിക്കുക മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ നോക്കും, ഇവൻ ആർക്കാ മെസ്സേജ് അയക്കുന്നേ നോക്കും. അങ്ങനെ നോക്കുന്നവൻ എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞ ശിക്ഷ എന്നറിയോ? മൻ അല്ലറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി. ഒരുത്തൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അവന്റെ പെർമിഷൻ ഇല്ലാതെ അതിലേക്ക് നോക്കിയാൽ, വാട്സപ്പ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കിതാബി അഖീഹി, തന്റെ സഹോദരന്റെ എഴുത്ത്. അത് ഫേസ്ബുക്കിലാകാം, വാട്സപ്പിലാകാം, പേപ്പറിലാകാം, എന്തോ ആകാം. അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും അവൻ നരകത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. പാടില്ല. അപ്പുറത്തെ വീട്ടിന്റെ ജനാല തുറന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നവരെ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലവി തലഅ ഫീ ബൈതിക അഹദുൻ വലം തഅദൻ ലഹു ഫഖദഫതഹു ബിഹസാതിൻ ഫഫഖഅത് ഐനുഹു മാ കാന അലൈക മിൻ ജുനാ. ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിന്നെ എത്തി നോക്കുകയാ, ജനാല തുറന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അവൻ കാണുന്നില്ല, നീ അവനെ കാണുന്നത്. അവൻ നിന്റെ ഭാര്യയുടെ ഏതെങ്കിലും ഒരു രംഗത്തിലേക്ക് നോക്കുകയാ, അല്ലെങ്കിൽ നിന്റെ ബെഡ്റൂമിലേക്ക് നോക്കുകയാ, അല്ലെങ്കിൽ നിന്റെ കുളിക്കുന്ന അവസ്ഥയിലേക്ക് നോക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാ. ബുഖാരിയിലും ഹദീസുണ്ട്, മുസ്ലിമിലും ഹദീസുണ്ട്. അള്ളാന്റെ റസൂല് പറയുന്നു, നീ ഒരു കല്ലെടുത്ത് ഒരൊറ്റ എറിയങ്ങെറിഞ്ഞു കൊടുത്തു. ആ എറിയങ്ങ് കൊണ്ടവന്റെ കണ്ണ് പൊട്ടി. അവന്റെ കണ്ണ് പൊട്ടിപ്പോയാൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് നിനക്കൊരു പക്ഷേ തടവായിരിക്കാം. പക്ഷെ അള്ളാന്റെ മുന്നിലെത്തുമ്പോ നിനക്കൊരു കുറ്റവും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായകൻ ശാരിഅ നബി മുഹമ്മദ് മുസ്തഫ. ശാരിഅ നബി മുഹമ്മദ് മുസ്തഫ. സുന്നികളല്ലേ നമ്മള്, വികാരമല്ലേ നമ്മുടെ സലാത്ത്, നമ്മുടെ ജീവവായുവല്ലേ സ്വലാത്ത്. നമ്മളെക്കാൾ പ്രണയിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പേ, കണ്ണിലെ കൃഷ്ണമണിയേ, നമ്മുടെ സിരകളിലെ ചുടുനിണമേ, ചങ്കിലെ ചോരയേ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേ മുഹമ്മദ് മുസ്തഫ. സ്വലാത്താണ് നമ്മുടെ വാപ്പ ഉമ്മക്ക് കൊടുത്ത മഹർ, ആദം ഹൗവക്ക് കൊടുത്ത മഹർ സ്വലാത്താണ്. സ്വർഗ്ഗത്തിന്റെ വഴി സലാത്താണ്. ഖബറിലെ ചോദ്യത്തിന്റെ എളുപ്പത്തിന്റെ മാർഗം സലാത്താണ്. സമ്പത്ത് വരാൻ ഭൂമിയിൽ സലാത്താണ്. മാനസിക വിപ്രാളങ്ങൾ മാറാൻ സലാത്താണ്. രോഗങ്ങൾ മാറാൻ സലാത്താണ്. ഉദ്ദേശങ്ങൾ നിറവേറാൻ സ്വലാത്താണ്. സ്വലാത്ത് മുടക്കണ്ട നമ്മൾ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ ഒളിഞ്ഞു നോക്കി അവന്റെ നേരെ ഒരു കല്ല്
കല്ലെടുത്തെറിഞ്ഞവന്റെ കണ്ണ് പൊട്ടിച്ചാൽ അവന് കുറ്റമില്ല. അള്ളാന്റെ മുമ്പിൽ നിനക്ക് കുറ്റമൊന്നുമില്ല, അള്ളാന്റെ മുമ്പിൽ നിനക്ക് കുറ്റമൊന്നുമില്ല. ഇത് റസൂലുള്ളാഹ് പറയുക മാത്രമല്ല, സഹൽ ഇബ്നു സഈദ് സാഇദി റളിയല്ലാഹു അൻഹു സഹാബിയാണ്, പ്രമുഖനായ സഹാബിയാണ്. അല്ലാഹു സഹാബാക്കളെ കാണാൻ നമുക്ക് ഭാഗ്യം തരട്ടെ, സഹാബത്തിനെ കാണാനുള്ള ഭാഗ്യം തരട്ടെ. നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. അവരിൽ മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഒന്ന് സലാം പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. പോകണം സഹോദരങ്ങളെ, കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന പോരാ, പോകണം. വെറും മക്കത്ത് പോയി ഉംറ ചെയ്ത് മദീനയിൽ പോയി സിയാറത്ത് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാമായി എന്ന് ധരിക്കരുത്. പോകണം, പോകണം. നമ്മൾ സഹാബാക്കളെ തേടി ടൂറിന് കൊടൈക്കനാലും ഊട്ടിയിലും മൈസൂറിലും മസനക്കുടി വഴി ഊട്ടിയിലുമല്ല പോകേണ്ടത്, ഭാര്യയും കൂട്ടിയിട്ട് പോകണം. സഹാബാക്കൾ അന്തിയിറങ്ങുന്ന സ്ഥലങ്ങളിൽ മസനക്കുടി പോയാൽ ഒരുത്തനും പ്രശ്നമല്ല, ഊട്ടി പോയാൽ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കൂല, കൊടൈക്കനാലിൽ കറങ്ങാൻ പോയാൽ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കൂല. പക്ഷേ ഏതെങ്കിലും ഒരു സഹാബിയുടെ ഖബറിന്റെ അടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഉടനെ ഫത്വകൾ ഇങ്ങനെ തുരുതുരെ വന്നുകൊണ്ടിരിക്കും. എന്തിനാ ജാറത്തിൽ പോകുന്നത് ഖുറാഫി, എന്തിനാ മക്കാമി പോകുന്നത് ഖുറാഫി, ഇവനൊന്നും വേറെ ഒരു പണിയില്ല, നാണമില്ലല്ലോ മേലനങ്ങി പണിയെടുത്തിട്ട് ജീവിക്കാൻ. ഇങ്ങനെ കുറെ എണ്ണം നടക്കാൻ സങ്കടത്തോടെ പറയാ. ഞാൻ ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സമയത്താണ് ഞാൻ എന്റെ വീട്ടിലെത്തിയത് ഈജിപ്തിൽ നിന്ന്. എന്തോ എന്റെ ജീവിതത്തിലും മദീനയും മക്കയും കഴിഞ്ഞാൽ ഞാൻ ഉള്ളു തുറന്ന് സന്തോഷിച്ചൊരു യാത്ര, അത് ഈജിപ്ത് യാത്രയായിരുന്നു. മഹാനായ വഖീ റഹിമഹുല്ലാ, ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ, ശിഷ്യഗണങ്ങളിൽപ്പെട്ട സക്കരിയ അൻസാർ റളിയല്ലാഹു അൻഹു, ലൈസ് റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് കൈറോയിൽ നിന്ന് നേരെ അലക്സാണ്ട്രിയയിൽ പോയപ്പോ മഹാനായ ബൂസുരി റഹിമഹുല്ല ബുർദ എഴുതിയ മഹാനവറുകളുടെ ഉസ്താദ് ഇമാം മുർസി തങ്ങൾ, എന്തൊരു വികാരമാണ്. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞിട്ട് തൊണ്ടയിൽ പോയിട്ട് മഹാനായ അഹമ്മദ് ഇബ്രാഹിം ദസൂഖി തങ്ങൾ, അഹമ്മദുൽ ബദവി തങ്ങൾ, ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഒരു പിടി മഹാരഥന്മാരുടെ ഖബറിങ്ങൾ പോയിട്ട് സലാം പറയാനുള്ള ഭാഗ്യം കിട്ടി. അത് ഞാൻ പോയത് നമ്മുടെ സമൂഹം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം. ഞാനിപ്പോ പരപ്പനങ്ങാടിയിൽ വന്നിറങ്ങുമ്പോ എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്ന ലുക്മാൻ സാഹിബ്, അതുപോലെ തന്നെ ഒത്തിരി സഹോദരങ്ങളുണ്ട്, ഫൈസി, അതുപോലെ ഇവരൊക്കെ വന്ന് വളരെ സ്നേഹത്തോടുകൂടി, നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതൊരു ബറക്കത്താണ്. അത് എന്നുള്ളതല്ല, ഒരു സത്യവിശ്വാസി, കാസർഗോഡുള്ള സത്യവിശ്വാസിയെ കാണാൻ വേണ്ടി ചെമ്മാടെന്ന് ട്രെയിൻ കയറിയാൽ മലക്ക് വന്നിട്ട് ചോദിക്കും, നീ എവിടേക്കാ പോകുന്നത്? എന്റെ സഹോദരനെ കാണാൻ. എന്തിനാ പോകുന്നത്? നിങ്ങൾ തമ്മിൽ പണമിടപാടുണ്ടോ? ഇല്ല. പിന്നെന്താ? പണ്ട് ഗൾഫിൽ വെച്ചുള്ള ബന്ധം, പ്രസംഗം കേട്ട ബന്ധം. ആ യാത്ര ഫിൽ ജന്ന, ആ യാത്ര കൊണ്ട് നിനക്കുള്ള നേട്ടം റസൂലുള്ളാഹി പറയുന്നു, സ്വർഗ്ഗത്തിൽ ഒരു വീട് നിർമ്മാണമാണ്. അത് പുണ്യമല്ലേ പരസ്പരം കാണുക. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ കണ്ടോട്ടെ, അവർക്കും ഒരു ആഗ്രഹം തോന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അതിട്ടപ്പോ അതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമന്റ് എഴുതുക, മരിച്ച ആളുകളുടെ അത് പിന്നെ പൊതുസമൂഹം അങ്ങനെയാണ്. 4 പെൺകുട്ടികൾ മണ്ണാർക്കാട് വഴി പോകുന്ന, കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്ത് പാലക്കാട് നിന്ന് കല്ലടിക്കോടിനടുത്തുള്ള വളവിൽ 13 വയസ്സുള്ള റിദയും നിതയും ഇർഫാനയും ആയിഷയും ഒരു സിമന്റ് ലോറിയുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിച്ചു പോയപ്പോ ചാണകം തലയിൽ കുത്തി നിറച്ച വിവരകെട്ട വിവരദോഷികളുടെ മെസ്സേജ് നിങ്ങൾ കണ്ടില്ലേ? എന്തായിരുന്നു? മേത്തച്ചികളല്ലേ, പോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത മൃഗങ്ങളായി പോയല്ലോ മനുഷ്യൻ, മലയാളികൾ. റഹീമിന് കോടികൾ പിരിച്ചു കൊടുത്തു, ശരിയാ. ഒരാവശ്യം വന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം RCCയിലും SATയിലും മെഡിക്കൽ കോളേജിലും അനന്തപുരിയിലും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി റോഡ് വിശാലമാക്കി കൊടുത്തിട്ട് ആംബുലൻസ് കടത്തിവിടുന്ന കേരളീയ സമൂഹത്തിന്റെ കയ്യടി ഒരുപാട് നേടിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ മസ്തിഷ്കത്തിൽ ഇപ്പോഴും പകയും വർഗീയതയും കൊണ്ട് നടക്കുന്നവരാണ് മലയാളികൾ. മലയാളികളെ പോലെ ഇത്രയും മോശമായ കമന്റുകൾ പറയുന്ന ഒരു മഖ്ലൂഖ് അല്ലാഹുവിന്റെ പടപ്പിലില്ല.
ഗൗരവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സഹൽ ഇബ്നു സഈദ് സായിദി, ഞാൻ അങ്ങനെ പോയ യാത്രയിലാണ് ഉഖ്ബത്ത് ബിൻ എന്താണ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കണ്ട് അകത്തോട്ട് കയറുമ്പോ മഹാനായ ഒരു സഹാബിയുടെ ഖബർ, ആ സഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെഞ്ച് കത്തും. ഇത് ആരായി കിടക്കുന്ന? മുത്ത് നബിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന സഹാബിയല്ലേ ഈ കിടക്കുന്നത്? നമ്മൾ ആരെ കാണുന്നത്? നമ്മൾ ആരുടെ ഖബറിന്റെ അടുക്കലാ പോകുന്നത്? നമ്മൾ പോകേണ്ടത് സഹാബത്തിന്റെ ഖബറിന്റെ അടുക്കലാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. തൂർ സീനയിൽ ചെന്നിട്ട് വാദിൽ മുഖദ്ദസ് എന്ന് ഖുർആൻ പറഞ്ഞു, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, അങ്ങ് പരിശുദ്ധ താഴ്വരയിലാണ്, ഫഖ്ലഅനഅലേക്ക് ചെരുപ്പൂരി വെക്കൂ എന്ന് പറഞ്ഞ ആ താഴ്വരയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നെഞ്ചിങ്ങനെ പിടയ്ക്കും. സാമിരി പശുക്കുട്ടി ഉണ്ടാക്കിയ സ്ഥലം, അതുപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കുമ്പോ തജല്ലി, ആ മലയിൽ നബി അള്ളാഹുവിന്റെ പ്രകാശം വന്ന മല, ഇതൊക്കെ കാണാതെ ഈ മരിച്ചുപോയ സ്വർഗത്തിൽ പോയിട്ട് ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? അവിടെ ഇതിനെങ്ങാനും സമയമുണ്ടോ? അവിടെ സുഖിക്കാനും രസിക്കാനും അള്ളാഹു തന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് പോകണ സഹാബാക്കളുമായിട്ട് ബന്ധമുണ്ടാകണം. സഹൽ ഇബ്നു സഈദ് സായിദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, ഒരിക്കലും നബി തങ്ങളുടെ റൂമിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി, അള്ളാന്റെ ഹബീബിന്റെ റൂമിൽ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി. നന്നായിട്ട് കേട്ടോ, മുത്തഫഖുൻ അലൈഹി. ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കണ്ട, ഉണ്ട്, മുസ്ലിമിലുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വീട്ടിലേക്ക്, റൂമിലേക്ക് ഒരുത്തൻ ഒളിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങളുടെ കയ്യില് തല ചൊറിയുന്നൊരു വടിയുണ്ടായിരുന്നു, തല ചൊറിയുന്നൊരു തടിയുണ്ടായിരുന്നു. നബി തങ്ങൾ തലയൊക്കെ ചൊറിയാൻ വേണ്ടി ചില വടികളൊക്കെ, നമ്മുടെ കമ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അങ്ങനെ തല ചൊറിയാനും മുതുകു ചൊറിയാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവനോട് പറഞ്ഞു, ലൗ അഅലമു അന്നക തൻളുറുനി, എടാ നീ എന്നെ നോക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ലതനഅതു ബിഹി ഫീ ഐനൈക, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചേനെ. ആരാ പറഞ്ഞത്? ഇതാരായി പറയുന്ന? ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉറുമ്പിനെ നോവിക്കരുതേ എന്ന് പറഞ്ഞ പ്രവാചകൻ. അത്തിപ്പറ്റ ഉസ്താദൊക്കെ എന്തും മഹാന്മാര്. അവരൊക്കെ യഥാർത്ഥത്തിൽ അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയി, അത്തിപ്പറ്റ ഉസ്താദൊക്കെ ജീവിക്കാൻ മാത്രം മനോഹരമാണോ നമ്മുടെ ഈ കാലഘട്ടം? അത്തിപ്പറ്റ ഉസ്താദിന്റെ ശരീരത്തിലൂടെ ഒരു ഉറുമ്പ് കയറിപ്പോയപ്പോ അതിനെ എടുത്തിട്ട് കൂടെ ഉള്ള ആളിനോട് പറയാ, ഇത് ഞാൻ ഏതെങ്കിലും കറാമത്തില്ലാത്ത മായാവി കഥ തള്ളി മറിക്കുകയൊന്നുമല്ല, ഞാൻ കണ്ടോണ്ടിരുന്ന കാര്യമാണ്. കയ്യിലേക്കെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആളുകൾ നടക്കാത്തെടുത്ത് കൊണ്ടിടാൻ. കാരണം ആരെങ്കിലും നടന്നു പോകുമ്പോ ഉറുമ്പിനെ ചവിട്ടിക്കൊണ്ടുപോയാൽ ആ ഉറുമ്പിനെ കൊന്നതിന് സമാധാനം പറയണ്ടേ? അതുകൊണ്ട് ആരും നടക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടി പറഞ്ഞിട്ട് മേലൂടെ ഓടിപ്പോയ ഉറുമ്പിനെ കയ്യിലേക്ക് എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ഖാദിമിന്റെ കയ്യിൽ കൊടുത്തു വിട്ട മഹാനായ വലിയന്റെ പേരാണ് മഹാനായ മുഹയ്യിസുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. വളാഞ്ചേരിയിൽ ഫത്തുഹുൽ ഫത്താഹിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. എന്തിനാ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യനെ വേദനിപ്പിക്കരുത്, ഒരു കുഞ്ഞിനെ പോലും, ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച നബിതങ്ങൾ പറയാണ്, എടാ നീ എന്നെ നോക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കണ്ണു കുത്തിപ്പൊട്ടിച്ചേനെ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ അവിടെ അത്രയും വയലന്റ് ആകാൻ കാരണം ഈ വിഷയം അത്രയും ഗൗരവമായത് കൊണ്ടാണ്. അതുകൊണ്ട് ഒളിഞ്ഞു നോട്ടങ്ങ് മാറ്റി വെച്ചേക്ക്. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കരുത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരും ഇനി നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്നിരിക്കട്ടെ. നമ്മുടെ ജോലി എന്താ? നമ്മുടെ ജോലി ഈ നാട് നന്നാക്കലാണ്. എന്നാ പോലും ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഹാബാക്കളിലെ പ്രമുഖനാണ്, പത്താമനാണ്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരിൽ പത്താമനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങളോടൊപ്പം ഇങ്ങനെ മദീനയുടെ തെരുവിലൂടെ നടന്നു പോകുന്നു. ഉമർ തങ്ങൾ ആരാണ്? അമീറുൽ മുഅ്മിനീനാണ്. പരിശുദ്ധമായ മദീനത്തിന്റെ ഭരണാധികാരിയാണ്. ഇസ്രയും കൈസറയും വിറപ്പിച്ച നേതാവാണ്. ശൈത്താൻ പോലും പേടിച്ച് റൂട്ടുമാറി പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ തൗഹീദിന്റെ നായക ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു കാലഘട്ടത്തിൽ ഹംദമയുടെയും ഖത്താബ്
ഖത്താബിന്റെയും മകനായി ചെറിയ കാലഘട്ടത്തിൽ മലഞ്ചെരിവുകളിലൂടെ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടന്ന് സിറിയയിലും യമനിലും പോയി പട്ടുവസ്ത്ര വ്യാപാരം നടത്തി ഉക്കാല ചന്തയുടെ മുതലാളിയായി മാറിയ ഒരു വേള മുത്തുനബിയെ കൊല്ലാൻ ഊരിപ്പിടിച്ച ഖഡ്ഗവുമായിട്ട് ഓടിച്ചെന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ മുമ്പിലെത്തിയിട്ട് വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഇടയത്തിന്റെ ഉള്ളറകളിലേക്ക് തൗഹീദിന്റെ വെള്ളി വെളിച്ചം സ്വീകരിച്ചെടുത്ത് ആ വെള്ളി വെളിച്ചത്തിലൂടെ മഹാനായ ഉമർ തങ്ങൾ ആഗ്രഹിച്ചപ്പോൾ 15 താഴെ 10 മുകളിൽ ആയത്തല്ല ഇറക്കി കൊടുത്ത 10 മുകളിൽ 15ഓളം വരുന്ന ആയത്തുകൾ അല്ലാഹു ഉമർ തങ്ങളുടെ മനസ്സിന്റെ മോഹം പോലെ ഇറക്കി കൊടുത്ത രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇസ്ലാമിൽ ഫാറൂഖ് എന്ന് 3 കാര്യങ്ങൾക്കേ പേരുള്ളൂ. ഉമർ തങ്ങളെ തിരിച്ചറിയണേ, 3 കാര്യങ്ങൾക്കേ ഫാറൂഖ് എന്ന് പറയുള്ളൂ. ഒന്ന് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം എന്നാണ്. ഒന്ന് ഖുർആനിന് പറയുന്ന പേരാണ് ഫുർഖാൻ. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഫാറൂഖിന്റെ മറ്റൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി മറ്റൊന്ന് ഇസ്ലാമിലുള്ളത് യൗമുൽ ഫുർഖാൻ, ബദർ ദിനമാണ്. ബദർ ദിനത്തിന്റെ 17ാമത്തെ രാവിലെ അസറിന് ശേഷം ബദരീങ്ങളായ 313 പേര്, ധീരന്മാരായ വില്ലന്മാരായ സഹാബാക്കൾ 1000ഓളം വരുന്ന ശത്രുക്കളോട് പോരാടിയിട്ട് വിജയത്തിന്റെ വെന്നിക്കൊടി വികായസിൽ പാറിപ്പറപ്പിച്ച ബദരീങ്ങളെ അവരെ പറ്റി പറയുന്ന ആ ദിവസത്തിന്റെ പേര് ഫുർഖാൻ എന്നാണ് ഫാറൂഖിന്റെ മറ്റൊരു പദം. എന്നാൽ മൂന്നാമതാകട്ടെ ഫാറൂഖ് എന്ന് ദീനിൽ പറയുന്നത് ഉമർ തങ്ങളെ പറ്റി മാത്രമാണ്. ഖുർആനിനെ പറ്റി പറഞ്ഞ പേര്, യൗമുൽ ബദറിനെ പറ്റി പറഞ്ഞ പേര് സ്വഹാബാക്കളിൽ ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് ഉമർ തങ്ങളാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് സഹോദരങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണാധികാരിയാണ്. ഒരാളും ചോദ്യം ചെയ്യില്ല, ഒരാൾക്കും അതിനുള്ള ധൈര്യമില്ല. ആ ഉമർ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും കൂടി രാത്രി മദീന തെരുവിലൂടെ നടക്കുകയാ. ഉമർ തങ്ങൾക്ക് അങ്ങനെ ഒരു ജോലിയുണ്ട്, വേഷം മാറി രാത്രി നടക്കൂ. വോട്ട് പിടിക്കാനല്ല, ചാരായം വാറ്റാനല്ല. എന്തിനാ നടക്കുന്നതെന്നറിയോ? ഉമർ തങ്ങള് തന്റെ പ്രജകളുടെ ക്ഷേമ അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് വെളിച്ചം കാണുന്നു. രാത്രി ഉറങ്ങാതെ ലൈറ്റിട്ട് പ്രകാശം അവിടെ വിളക്ക് കത്തിച്ച് വെച്ച് അതിനകത്ത് മദ്യപിച്ചിട്ട് ഇങ്ങനെ പാട്ടുപാടി ഉറങ്ങാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അയൽക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുത്തനാണ്. അതിനടുത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഔഫിനോട് ചോദിച്ചു, ഇതാരുടെ വീടെന്നറിയോ? ഇല്ല. ആരുടെ വീട്? അമീറുൽ മുഅ്മിനീൻ, അത് റബീഅത്ത് ബിൻ ഉമയ്യയുടെ വീടാണ്. റബീഅത്ത് ബിൻ ഉമയ്യ ഉറങ്ങാതെ വിളക്കും തെളിച്ചു വെച്ച് മദ്യപിച്ചിട്ട് പാട്ടുപാടുകയാണ്. ആ സമയത്ത് ഉമർ തങ്ങൾ ഇബ്നു ഔഫിനോട് ചോദിച്ചു, ഞാൻ പോയി പൊക്കട്ടെ? ആരാ? പട്ടാളക്കാരനല്ല, സർവ്വസൈന്യാധിപനല്ല, സാക്ഷാൽ പ്രധാനമന്ത്രിയും സാക്ഷാൽ ഭരണാധികാരിയും പ്രസിഡന്റുമായ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചെന്നിട്ട് പിടിച്ചോണ്ട് വരട്ടെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഓ ഉമർ തങ്ങളെ, നഹാനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മളോട് നിരോധിച്ചിട്ടില്ലേ അനിത്തജസ്സുസി, ഈ ചാരപ്പണി അല്ലാഹുവിന്റെ മുത്ത് നിരോധിച്ചതല്ലേ? ഒരുത്തന്റെ സ്വകാര്യതയിൽ എന്തിനൊളിഞ്ഞു നോക്കണം? അവന്റെ വീട്ടിൽ എന്തോ ആകട്ടെ, നീ എന്തിനാണ് ക്യാമറ വെക്കുന്നത്? എന്തിനാണ് പിന്നാലെ പോകുന്നത്? അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അമീറുൽ മുഅ്മിനീന്റെ കൈ പിടിച്ചിട്ട് അരുതേ എന്ന് പറഞ്ഞപ്പോ അനുസരണയുള്ള കുട്ടി വാപ്പാന്റെ കൈ പിടിച്ച് കുടിലേക്ക് പോകുമ്പോൾ ഇബ്നു ഔഫിന്റെ കൈ പിടിച്ചിട്ട് പാതിരാത്രി നിശബ്ദതയിൽ മസ്ജിദുൻ നബവിയിലേക്ക് തിരിച്ചു വന്ന മഹാനായ ലീഡറെ, നേതാവ്, മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പേടിച്ചത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഖുർആന്റെ നിരോധനമാണ്. തജസ്സുസ് പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും നമ്മൾ ആരിലേക്ക് നമ്മൾ എത്തി നോക്കണ്ട. ഒരു കാരണവശാലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ നോക്കണ്ട. ഇതാണ് ഖുർആൻ പറഞ്ഞ ഒരാളിലേക്കുള്ള എത്തി നോട്ടത്തിൽ ഒരു ഭാഗം, തജസ്സുസ്. ഇത് നിരോധിച്ചു. ഇനി മറ്റൊന്നുണ്ട്, അതേതെന്നറിയോ? അതിന് പറയുന്നത് ഒരു പുള്ളിയുടെ കുറവേ ഉള്ളൂ, തഹസ്സുസ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് നോക്കാം. എങ്ങനെയെന്നറിയോ? അയാൾ എത്ര റക്അത്ത് നിസ്കരിക്കുന്നു? മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിനെ കണ്ടാണ് വളരുന്നത്. ഉസ്താദ് എത്ര മണിക്ക് എഴുന്നേക്കും? ഉസ്താദ് എത്ര പേജ് ഖുർആൻ ഓതും? എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്.
ഇത് ഇസ്ലാമികമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ഒന്ന് നന്നായിട്ട് കേട്ടോളി. ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറയാം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഖുർആനുമായി നമുക്ക് ലയിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ അത് അയാളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണെങ്കിൽ അത് നല്ലതാണ്. ഖുർആൻ ഇത് പറഞ്ഞത് എപ്പോഴെന്നറിയോ? നമ്മൾ ഇങ്ങനെ അന്വേഷണ ത്വര, അത് ഖുർആൻ പറഞ്ഞത് സൂറത്ത് യൂസുഫിലാണ്. ഖുർആൻ പഠിക്ക്. അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഖുർആൻ മാത്രം മതി. ഇപ്പോ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ ലൈവ് പ്രഭാഷണങ്ങൾ എന്നുണ്ടായോ, ആ ലൈവ് ചില കാര്യങ്ങൾ നമ്മൾ ചിലത് പൊതിഞ്ഞ് പറയേണ്ടി വരും. ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തപ്പെടുമ്പോഴാണ് നിരീശ്വരവാദികൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധമായ ഖുർആനും പരിശുദ്ധമായ ഹദീസുകളും കൂടുതൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം അത് ഈ കാലഘട്ടമാണ്. ഖുർആനിൽ നമുക്ക് ആഴത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ്. അതിന് എങ്ങനെയൊക്കെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയുമോ നമ്മളത് മുതലാക്കണം. കാരണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സൂറത്ത് യൂസുഫ്, ഞാൻ ഒരൊറ്റ കാര്യം അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. സൂറത്ത് യൂസുഫ് അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അംബിയ, ഖസസ്, ആലു ഇമ്രാൻ, അങ്ങനെ വ്യത്യസ്തമായ അധ്യായങ്ങളിലാണ് നബിമാരുടെ ചരിത്രങ്ങൾ കിടക്കുന്നത്. പക്ഷെ സൂറത്ത് യൂസുഫിന്റെ പ്രത്യേകത എന്തെന്നറിയോ? യൂസുഫ് നബിയുടെ ചരിത്രം ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു തആല പറഞ്ഞു. ഇവർക്ക് ചായ വല്ല കൊടുക്കുന്നുണ്ടോ? പായസം കൊടുത്താ? ഇതിനകത്ത് കൊടുത്തോ? ഇനി ഒരു ആകെ നമുക്കൊരു 3/4 മണിക്കൂറേ ഉള്ളൂ. നന്നായിട്ടൊന്ന് കേട്ടോളി. കാരണം വലിയ ത്യാഗമാണ് പ്രസംഗം. പ്രസവത്തെക്കാൾ ബുദ്ധിമുട്ടാണ് പ്രസംഗം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും നല്ല സുഖമാണ്. ലേബർ റൂമിൽ പ്രസവ വേദന എടുക്കുന്ന ഒരു പെണ്ണിനെ ആ പ്രതീതിയാണ് പ്രസംഗിക്കുന്ന ആള്. അപ്പൊ നിങ്ങളുടെ അവസ്ഥയോ? ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ അവസ്ഥയാണ്. എന്താണ്? ടെൻഷനും ഒരു വെപ്രാളവും. അത് ഞാൻ കാണുന്നുണ്ട് ചിലരിൽ. എങ്ങനെയെന്നറിയോ? ചിലർക്ക് ബോക്സിന്റെ ശബ്ദം പിടിക്കൂല. പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. നമ്മളിപ്പോൾ ദൂരോട്ട് മാറിയെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന മൈക്ക് സെറ്റുകാരന് ഞാനും പിന്നെ 2-3 സംഘാടകരും മാത്രമേ ഉണ്ടാവും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിക്കാൻ ഇച്ചിരി പിന്നില. നാവിൻ്റെ ഒരു കെട്ട് അദ്ദേഹത്തിന് വലിയൊരു തടസ്സമായിട്ട് വന്നു. അങ്ങനെ ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞു, എൻ്റെ നാവിൽ കെട്ടുണ്ടല്ലോ പടച്ചോനെ, പ്രസംഗിക്കാൻ ഞാൻ ഇച്ചിരി പിന്നില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഹാറൂൻ നല്ല പ്രസംഗിക്കും, കൂടെ വിട്ടു തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹാറൂൻ നബിയെ കൂടെ വിട്ടത്. ഞാൻ ആ ഖബർ കണ്ടു. അള്ളാഹു അവരുടെ ഗുരുത്വപുരുത്വം നമുക്ക് തരട്ടെ. ഹാറൂൻ നബി അലൈഹിസ്സലാമും മൂസാ നബിയും കൂടി നേരെ ഫിർഔന്റെ കൊട്ടാരത്തിൽ പോയിട്ടാണ് പ്രസംഗിച്ചത്. പ്രഭാഷണം ദീനിന് വലിയ മുതൽക്കൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു ഗുണം എനിക്കുണ്ട്, ഇതിന്റെ സംഘാടകർക്കുണ്ട്. ഒരുപാട് ത്യാഗപ്പെട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെയൊക്കെ വാഴയും അല്ലേ എന്തൊക്കെയായിരുന്നു, വാഴയും പല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കിയ ഒരു നല്ലൊരു ഓഡിറ്റോറിയത്തിന്റെ ലുക്ക്. ഇങ്ങനെ ആവണമെങ്കിൽ എന്തുമാത്രം ഈ പണിപ്പെട്ടിട്ടുണ്ടാവണം, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അപ്പോ അത്രയും വലിയ ത്യാഗം അവരും ചെയ്തു. നിങ്ങളോ എന്തെല്ലാം പണിയുള്ളതാ നാളെ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം പണിയുണ്ട്? ഈ വിശ്വാസികളായ നിങ്ങൾ ഇവിടെ വന്നില്ല എങ്കിൽ ആരെങ്കിലും നിങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കുവോ? നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വന്നതോ നിങ്ങളെ മഹലു ഫളില, നിങ്ങളുടെ ഔദാര്യമാണ് നിങ്ങൾ ഈ വന്നത്. അള്ളാഹു നിങ്ങളുടെ കൽബിൽ പോണമെന്ന് തോന്നൽ തന്നു. ഈ മജ്‌ലിസുൽ ഇൽമിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തന്നു. അങ്ങനെ നിങ്ങൾ വന്നു. ഈ പരിപാടി വിജയിച്ചു.